എക്സ്ക്യൂസ് മീ, റെഡ് ലൈൻ മെട്രോ സ്റ്റേഷൻ. റെഡ് ലൈൻ മലയാളിയോ? റെഡും ഗ്രീനും ഒക്കെ ഉണ്ടെന്ന്. അല്ല, ഇതിൽ പോയാൽ കിട്ടുമോ? എങ്ങോട്ടാ പോട്ടെ? നമുക്ക് ഇവിടെ മറ്റേ യു എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷൻ. ആ ഓക്കെ ഓക്കെ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പിള്ളേർക്കൊന്ന് എന്താ മെട്രോ കയറണം എന്ന് പറഞ്ഞപ്പോഴേ യു എ മെട്രോ സ്റ്റേഷനല്ല, ഇവിടുന്ന് യൂണിയനിൽ പോവാം. കണ്ടിട്ടില്ല? നമ്മള് പട്ടാമ്പി. വേറെന്താ? നോൾ കാർഡ് എടുക്കണം. അതെടുക്കാം, കുഴപ്പമില്ല. പിള്ളേർക്ക് ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പിന്നെ ഞാൻ ആക്ച്വലി ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞാൻ നേഴ്സാണ്. അപ്പൊ ചില ഫാമിലീസിൽ പോകുമ്പോൾ മുസ്ലിംസ് ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് അപായ ഇടണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഇവിടെ നല്ല കണ്ട് പരിചയമുണ്ട്, അതാണ്. മെട്രോയിൽ കയറിയ സമയം കളയണ്ട. അല്ല, എപ്പോഴല്ലേ? എല്ലാ ടൈമില്ല. എത്ര മണി വരെയാണ്? 12 മണി വരെ ഉള്ളൂ. ഞാൻ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്താ ബർത്ത്ഡേക്ക് എന്തോ ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആള് സൗദിയിലാ. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും ഇവിടെ. കിട്ടിയെന്നിട്ട് ഇല്ല. ആരാ പറഞ്ഞേ? എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു എന്താ ഹാപ്പി ബർത്ത്ഡേ. നാളെയാണോ? ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ഓർഡർ ആവുന്നൊക്കെ ബ്രദർ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞേ. എടി ഒരു അങ്ങനെയല്ല പറഞ്ഞേ. ഞാൻ ഡ്യൂട്ടി ഇവിടെ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്യൂട്ടിക്ക് വന്ന് അപ്പണ്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഒരു പേഷ്യന്റ്, ഞാനിപ്പോ മെഡിക്കറിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നേ. അപ്പണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബ്രദർ എനിക്ക് കുറെ നേരമായിട്ട് എന്നെ വിളിക്കുന്നുണ്ടാരോ. എനിക്കപ്പോ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം സിസ്റ്റത്തിൽ കണക്ട് ആണ്. എനിക്ക് ദേഷ്യം ഇത് പറയണ്ടേ വാട്സപ്പിൽ. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു, എന്റെ പേഴ്സണൽ നമ്പറിൽ ഒരു അയാളായിരിക്കും മെസ്സേജ് അയച്ചെങ്കിൽ അതൊരു ഡൗട്ട്. സർപ്രൈസ് ആയി. നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. സാധാരണ ഞാനൊരു കൊറിയറുകാരനെ പ്രതീക്ഷിച്ചു, പക്ഷേ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. എനിക്കറിയില്ല. കൊറിയർ വേറെ ഉണ്ടോ? ഉണ്ടാവില്ലായിരിക്കും. ഇത് എന്റെ കെട്ടിയവന്റെ അല്ലേ? എനിക്കറിയില്ലല്ലോ ആള് എന്തുകൊണ്ടാണ്. നമുക്ക് കൊടുത്ത വേറെ ആളാണ്. അതന്നെ ആരാണ് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും കൊടുത്തയക്കാനില്ലല്ലോ. ഉണ്ടാവും. ഇല്ലല്ല. ഇവിടെ ഇതാരോ? എനിക്കറിയില്ല. ഹസ്ബൻഡ് അല്ല. ഹസ്ബൻഡ് അല്ലാതെ ആരും ഉണ്ടാവില്ല. ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് കാണുമ്പോ ചിലപ്പോ മനസ്സിലാവും. ഗിഫ്റ്റ് ഉണ്ട്. ഡ്യൂട്ടി പോലും കഴിഞ്ഞില്ല, വേഗം ഇറങ്ങി. ഡ്യൂട്ടി ചെയ്തിട്ടില്ലേ? ഇല്ല. ഹസ്ബൻഡിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഓടി വന്നത്. ഹസ്ബൻഡിന്റെ ഗിഫ്റ്റ് ആവുന്നത് എങ്ങനെ അറിഞ്ഞു? ഹസ്ബൻഡിന്റെ ഗിഫ്റ്റ് ആളെ ഉള്ളൂ എനിക്ക് തരാന്. അല്ല, ഗിഫ്റ്റ് ആള് കൊറിയറിന് എങ്ങനെ അറിഞ്ഞു ചോദിച്ചത്. നമ്മളതല്ലല്ലോ, നമ്മള് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുന്ന വേറെ അല്ലേ. അതാണ് ഹസ്ബൻഡ് നല്ലതാണ്. അതിനിങ്ങനെ കിസ് ഹസ്ബൻഡ് ആണെങ്കിൽ കിസ് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഹസ്ബൻഡ് അല്ലാണ്ട് ആരും എനിക്കറിയില്ല. ആരുടെ ആണെങ്കിലും എനിക്ക് വേണമെന്ന് ഗിഫ്റ്റ്. അവൻ ആര് തന്നാലും വാങ്ങും. ഹസ്ബൻഡേ ഉള്ളൂ. എന്നാലും ആര് തന്നാലും ഗിഫ്റ്റ് വാങ്ങുമെന്ന് അറിയില്ലേ? അതെ, ഇത് ഞാൻ തന്നാട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് പിടിക്ക്, എടുക്കട്ടെ. അപ്പൊ മെട്രോ ഉണ്ടല്ലേ? റെഡ് ലൈനിൽ മെട്രോ. അപ്പൊ ചുമ്മാ കഴിച്ചാലേ. ഞാൻ ആക്ച്വലി ഞങ്ങളുടെ കമ്പനി വണ്ടിയിലാ പോക്ക്. ഓണായോ? ഓണായി. വണ്ടി പോ. ഇതൊക്കെ ഓരോന്നാ. അതാ ഓരോന്ന് ഇതൊക്കെ.
ഇത് ഇതെന്റെ ഹസ്ബൻഡ് തന്നെ. ഇത് കണ്ട ചിലപ്പോ എന്തായാലും മനസ്സിലാവും. ഇത് കൊടുത്ത ഇതെന്റെ ഹസ്ബൻഡ്. ഇതെന്റെ ഹസ്ബൻഡാണെന്നോ? എങ്ങനെയുണ്ട്? ആരാ? ഒരു കണ്ണീരൊക്കെ ആവാ. സങ്കടായോ? സംതിങ്. ഫീലിംഗായി. രണ്ടാളും അവിടെ ഇവിടെയാണല്ലേ? അവര് സാറില്ല ഒന്ന് കരയൊക്കെ സിജ പോവട്ടെ കറിയൊരു കൺമിഷു. എനിവേ താങ്ക്സ്. ഓക്കെ അല്ലേ? ഹാപ്പി ആയി? സർപ്രൈസ് ആയിപ്പോയി. ഇനി കൈകളില്ല എനിക്ക്. ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അതൊക്കെ കൊണ്ടുവന്നാ പിന്നെ കൊക്ക പൊന്നമ്മ പുള്ളിക്കാരനെ എന്നെ അങ്ങനെ പൊന്നമ്മ വെച്ച വീട് എന്തായാലും ഹാപ്പി അല്ലേ? എന്താ പറയാ? താങ്ക് യു സോ മച്ച്. എന്താണ് അപ്പൊ ആളെന്നെയാണ്? എനിക്കറിയാം എന്താണ് അവളോട് പറയാനുള്ളത്? ആളല്ലാതെ വേറെ ആരും ഇങ്ങനെ കൊടുക്കില്ല. എന്താ പറയല്ലേ? എന്താ പറയാൻ? താങ്ക് യു സോ മച്ച്. നിങ്ങള് നമുക്ക് ലൊക്കേഷൻ വിട്ടന്നില്ല. ഞാൻ അവളെ ഫിസിയോതെറാപ്പിക്ക് വന്നതാ. അതാ അവിടുത്തെ അയച്ചത്. ആദ്യം പേടിച്ചാ? എന്തിന്? ഹിന്ദിയിൽ സംസാരിച്ചപ്പോ ഹിന്ദിയിൽ സംസാരിച്ചല്ല. ഡോക്ടർ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഈ തെരുതര കോൾ വരുമ്പോ ഡോക്ടറിനോട് ചോദിക്കുന്നത് ആരെ വിളിക്കുന്ന കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് പറയാൻ കിട്ടണ്ട. ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ താങ്ക്സ്. ഈ കൊറിയർ ഉണ്ടെന്നുണ്ട്. അല്ല കൊറിയർ ഗിഫ്റ്റ് ആണെന്നുള്ളത് ബ്രദർ പറയേ. അല്ല അങ്ങനെയല്ല. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ ആൾക്ക് മെസ്സേജ് അയച്ചു. ഒരാൾ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വെക്കുന്നതായിട്ട്. അതാകുമ്പോൾ പുള്ളിക്കാരൻ വിളിച്ച് ചോദിച്ചു വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ സിസ്റ്റത്തിൽ കാണാം. ഫോണാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എന്തോ ബർത്ത്ഡേ ഗിഫ്റ്റാണ് തോന്നുന്നത്. ബ്രദറിന് മണ്ട കൊടുക്കണ്ടേ? ബ്രദർ കൊളാക്കി. ബ്രദറിന് മണ്ട കൊടുക്കണം. ബ്രദറിന് മണ്ട കൊടുക്കണം. നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. അതാണ് ഞാൻ സർപ്രൈസ് ആയത്. നമ്മള് സർപ്രൈസ് ആയി. നിങ്ങളെ എവിടുന്ന് കിട്ടി? എന്റെ കുട്ടിയോട് ഒക്കെ കിട്ടി. എന്തായാലും ഹാപ്പി ശരി എന്നാ അപ്പൊ ഞങ്ങളോടത്തെ അല്ലെങ്കിൽ അബുദാബി എത്തണം.